പാർക്കിംഗ് കാർ വാഷ് അതാണ് ആക്ടിവിറ്റി. അതെടുത്തുകൊണ്ട് ഷോപ്പിംഗ് മാളുകളായിട്ട് നമ്മൾ കോൺട്രാക്ട് ആവുക. മാൾസ് അതല്ലെങ്കിൽ മാൾസിന്റെ ഔട്ട് സൈഡ് ഏരിയ സിമ്പിളായിട്ട് തുടങ്ങാവുന്ന നല്ലൊരു ബിസിനസ്സാണ് കാർ വാഷിങ്ങിന്റെ പരിപാടി. പാർക്കിംഗ് കാർ വാഷ്. ഇത് പറയാനുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ ഗൾഫ് നാടുകളിൽ പലയിടത്തും നമ്മളിങ്ങനെ കാണലുണ്ട്. നമ്മുടെ മാളുകളുടെ ഫ്രണ്ടിൽ, അതേപോലെ തന്നെ ഈ തിരക്കുള്ള ടൗണിൽ ഒരു ഏരിയകളിൽ, പാർക്കിംഗ് ഏരിയകളിൽ ഈ ബംഗാളികൾ ഈ കാർ വാഷ്. ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചിടത്തോളം ഒരാൾ ഒരു ദിവസം ഏകദേശം ഒരു 10 വണ്ടീൻ്റെ അടുത്ത് ഇത് വാഷ് ചെയ്യുന്നുണ്ട്. ഒരു വണ്ടിക്ക് മിനിമം 2 ദിനാറ് 3 ദിനാറ്, അറൗണ്ട് 25 ദിനാറ് ഒരു ഈവനിങ് ടു ലേറ്റ് നൈറ്റ് വരെ ഒരാളുണ്ടാകുന്നുണ്ട്. പെർ മന്ത് കൂട്ടുമ്പോൾ 750 ദിനാറ്. നാട്ടിൽ ഏകദേശം 1,75,000 ടു 1,80,000 വരെ പെർ മന്ത് ഒരാളുണ്ടാകുന്നുണ്ട്. നല്ല എഫേർട്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നമുക്കൊരു സാധ്യതയാണ്, നമ്മുടെ മുമ്പിലൊരു സാധ്യതയാണ് ഇത്. കാരണം വരും കാലങ്ങളിൽ ഇതെല്ലാം നിയമപരമായിട്ടൊന്നും അനുവദിക്കില്ല. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് അവർക്കൊരു സാധ്യതയാണ്. കാരണം ഇതിൽ മലയാളികൾ ഇല്ല. ഓൾമോസ്റ്റ് 95% ലേബേഴ്സും ബംഗാളീസാണ്. അവരാണ് മെയിൻലി ചെയ്യുന്നത്. അവർ ഡേ ടൈം പല വർക്കുമായിട്ട് ഉണ്ടാവും. രാത്രി ഒരു ഈവനിങ് ഷിഫ്റ്റ് മുതൽ വർക്കിലേക്ക് ഇറങ്ങും. അതാണ് പരിപാടി.